ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഒരു ചെറിയ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമ്മളെ വീട്ടിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഫാമിൽ നമ്മളിന്ന് വൈകിട്ട് ഒരു ചെറിയ കൂടലുണ്ട്. കുറച്ച് പേര് ഞങ്ങളിവിടെ അടുത്തുള്ള ഫാമിലെ ആൾക്കാരൊക്കെ കൂടിയിട്ട് ഒന്നിച്ച് കൂടും. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പക്ഷേ അറിയാമായിരിക്കും, അവരൊക്കെ എപ്പോഴും വരുന്നതാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറില്ലേ, അനിൽ രാജാവ് എന്നൊക്കെ പറയാറില്ലേ, അവരൊക്കെ തന്നെ. ബിന്ദു, അനിലുണ്ട്, ചിക്കു, ചിന്നു, പിന്നെ അവരുടെ മകനുണ്ട്. അപ്പോൾ അവരൊക്കെ കൂടിയിട്ടാണ് വരുന്നത്. അപ്പം ഞാനിന്ന് തയ്യാറാക്കുന്നത് വളരെ സിമ്പിളായ ഒരു ഡിന്നറാണ് തയ്യാറാക്കുന്നത്. രാത്രിയാണ് അവർ വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഫിഷ് കിട്ടിയിട്ടുണ്ട്. അയിലയാണ് കിട്ടിയിട്ടുള്ളത്. അയില നമുക്കൊരു ഫ്രൈ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ അയിലേനെ ഒന്ന് വരിഞ്ഞു കൊടുക്കാം. അപ്പോൾ ഇവിടെ തന്നെ കിട്ടിയ അയിലയാണ്. നാട്ടിൽ അത്രയ്ക്കും ഫ്രഷായിട്ട് ഇവിടെ കിട്ടാൻ ഇത്തിരി പ്രയാസമാണ്. എന്നാലും ഒരുവിധം കുഴപ്പമില്ല ഞാൻ നോക്കിയപ്പോൾ. അപ്പോൾ അത് വാങ്ങിയിട്ട് നമുക്കതിങ്ങനെ മസാല തേച്ച് ഇങ്ങനെ കുറച്ച് നേരം ഒരു 2 മണിക്കൂറോളം ഞാൻ വെച്ചിട്ടുണ്ടാവും മസാല തേച്ചിട്ട് കേട്ടോ. അപ്പം മസാല എന്ന് പറഞ്ഞാൽ സിമ്പിൾ. നമ്മൾ ചെയ്യുന്ന മുളക് പൊടി, മല്ലിപ്പൊടി ഇല്ല, മഞ്ഞൾ, ഉപ്പ്, മുളക്, മഞ്ഞൾ, ഉപ്പ്, അത്രയേ ഉള്ളൂ. അത് മാത്രം അങ്ങോട്ട് പുരട്ടി വയ്ക്കും കുറച്ച് നേരം. എന്നിട്ട് പിന്നെയാണ് നമ്മൾ അതിൽ മസാലയൊക്കെ കൂട്ടുക. അപ്പോഴാണ് അതിന് ടേസ്റ്റ് വരിക കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഇത് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വയ്ക്കാം. കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ടാണ് നമ്മളത് തിരുമ്പി പിടിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഉണ്ട് കേട്ടോ, അത് മറന്നു പോയിട്ടാ പറയാൻ. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നമ്മളതൊന്ന് മിക്സ് ചെയ്യുക. ഉപ്പ്, മുളക്, മഞ്ഞൾ, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, ഇത്തിരി ഓയിൽ, വെളിച്ചെണ്ണ, അതുകൂടെ പുരട്ടി നന്നായിട്ട് തിരുമ്പി പിടിപ്പിച്ച് അങ്ങനെ വയ്ക്കാം. അപ്പോൾ അന്ന് വൈകിട്ടാകുമ്പോൾ ഞങ്ങൾ ഒന്നുകിൽ ഇവിടെ കൂടും, അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ കൂടും, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് അവരെല്ലാവരും കൂടെ ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു. പിന്നെ അവരുടെ വീട്ടിൽ ഗസ്റ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ അവരെയും കൂട്ടിയിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ചെറിയ ചെറിയ സന്തോഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് ഫാമിലെ. അല്ലാതെ നമ്മൾക്ക് ഒരുപാട് ആൾക്കാരുമായിട്ടുള്ള സമ്പർക്കമൊന്നും ഇവിടെ ഇല്ല. എല്ലാവരും കുറേ സ്ഥലത്തിൻ്റെ ഉള്ളിലൊരു ചെറിയൊരു ഫാം ഹൗസ് ഉണ്ടാവും, അതിൽ താമസിക്കുക. കുറച്ച് പശുക്കളുണ്ടാവും, നാട്, കോഴി, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളും കുറച്ച് വെജിറ്റബിൾസ് അങ്ങനെ. പിന്നെ മെയിനായിട്ടുള്ളത് നമ്മളെ തെങ്ങ്, മാവ് കൃഷിയാണ്. അപ്പോൾ അതിനെ ഫോക്കസ് ചെയ്തിട്ടാണ് ഇവിടെ എല്ലാവരും നിൽക്കുന്നതൊക്കെ തന്നെ. മാവാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം മാവ് ക്ലൈമറ്റിൻ്റെ ഇതുകൊണ്ട് അധികം കായ്ച്ചിട്ടില്ല. അത് ക്ലൈമറ്റ് ഇങ്ങനെ എന്താണെന്ന് അറിയില്ല. ഇപ്പോൾ 2 വർഷമായിട്ട് അങ്ങനെ കുറച്ച് വിഷയങ്ങളുണ്ട്. അപ്പോൾ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ അതിലേക്ക് ഈ മസാല തേച്ച് വെച്ച ഫിഷ് അതിലേക്ക് വെച്ച് കൊടുക്കുക. കണ്ടോ, ഇങ്ങനെ വെച്ച് കൊടുക്കുക. അധികം തീ ഇപ്പോൾ എന്ന് വെച്ചാൽ ഒന്ന് കൂട്ടി കൊടുത്തിട്ട് പിന്നെ കുറച്ച് കുറയ്ക്കും, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഒന്ന് കൂട്ടി കൊടുക്കുക തീ. അതിന് ശേഷം നമ്മളതൊന്ന് മറിച്ചിടണം. ഇങ്ങനെയാണ് കേട്ടോ, വയറിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങോട്ട് തിരിക്കുക. അപ്പോഴാണ് അത് തിരിഞ്ഞ് കിട്ടുക കേട്ടോ. ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കേട്ടോ, അപ്പോൾ ശരിക്കും അത് തിരിഞ്ഞ് കിട്ടും. അങ്ങനെ എല്ലാം നമ്മൾ അങ്ങോട്ട് തിരിച്ചിട്ടതിന് ശേഷം നമ്മൾ തീ കുറച്ചിടാം കേട്ടോ. നല്ല പോലെ തീ കുറച്ച് ഇട്ടിട്ട് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കുക, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഒന്ന് അവിടെ കിടന്ന് ഇങ്ങനെ മൊരിയട്ടെ കേട്ടോ. കുറച്ച് സമയം വേണ്ടു, പക്ഷെ അത് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഇങ്ങനെ വാഴയിലയിൽ ചെയ്യണമെന്ന് വെച്ചാൽ ബെസ്റ്റാണ് കേട്ടോ. വാഴയില നമ്മളിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാനായിട്ട്. ഇന്നിപ്പോൾ നല്ല തിരക്കല്ലേ, ഞാൻ ശരിക്കും വാഴയിലയിലാണ് ഇത് ചെയ്യുക. അപ്പോൾ വാഴയിലയിൽ ചെയ്തില്ല, ഇങ്ങനെ ചെയ്താന്ന് വെച്ചു. പിന്നെ നമ്മൾ മാറ്റി വെച്ചിട്ട് അതിൽ നിന്ന് നമ്മൾ ഓയിൽ ഇങ്ങനെ എടുക്കുക. വേറെ നമ്മൾ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയൊന്നും വേണ്ട, ഇത് തന്നെ മതി കേട്ടോ. അതങ്ങനെ ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് കൂടെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കും. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. അത് തീ കുറച്ച് വെച്ചിട്ടാണ് ചെയ്യാൻ, അതല്ലെങ്കിൽ പെട്ടെന്ന് കരിയും. പിന്നെ ഇങ്ങനെ നമ്മൾ വാങ്ങിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വെളിച്ചെണ്ണയിലിടുമ്പോൾ അതിങ്ങനെ പൊട്ടിത്തെറിയും, കാരണം അതിൽ വെള്ളത്തിൻ്റെ അംശം കൂടുതലാണ്. നമ്മൾ സാധാരണ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് അടിച്ചെടുക്കുകയാണ് ഞാൻ ചെയ്യാറ്. തീരെ വെള്ളമൊന്നും ഒഴിക്കില്ല, അപ്പോൾ അത് പൊട്ടിത്തെറിക്കൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത് സവോള വാട്ടി കുറച്ച് നാളികേരം കൂടെയും അതിലിട്ട് കൊടുത്തു, പച്ച നാളികേരം അതിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യുക. നന്നായിട്ട് വാടി വരട്ടെ കേട്ടോ, ഒരുവിധം നന്നായിട്ട് തന്നെ വാടി വരണം കേട്ടോ. എന്നിട്ട് നമുക്ക് മുളക് പൊടി, ലേശം മല്ലിപ്പൊടി, കുറച്ച് കുരുമുളക് പൊടിച്ചത്,
കുറച്ച് തന്നെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഇതിൽ ഇളക്കിയിട്ട് അതിലിത്തിരി വെള്ളമൊഴിച്ച് അതൊന്ന് വറ്റിച്ചെടുക്കും. അതാണ് ചെയ്യുന്നത്. അപ്പോൾ കുരുമുളക് ഉണ്ട് കേട്ടോ, കുരുമുളക് പൊടി, അത് ഗരം മസാല ചേർക്കില്ല, പെരിഞ്ജീരകത്തിൻ്റെ കുറച്ച് പൊടിയും കൂടെ ചേർത്തിട്ട് നമ്മളിതൊന്ന് ഇളക്കും കേട്ടോ. അപ്പോൾ തീ വളരെ കുറച്ച് വേണം. പൊടി ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിയും, അറിയാലോ. അപ്പോൾ നന്നായിട്ട് ഇളക്കി കഴിഞ്ഞിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം, അതൊന്ന് അതിൻ്റെ കുത്തുമണൊക്കെ പോവുകയും ചെയ്യും. ഈ ഗ്രേവി പോലെ ആവണമെങ്കിൽ ഇപ്പോൾ സവാള വാട്ടിയത് ഇത്തിരി വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ അതൊന്ന് അതിലേക്ക് അലിഞ്ഞ് ചേരും, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതങ്ങനെ നന്നായിട്ട് അലിഞ്ഞ് നല്ല പേസ്റ്റ് പോലെ ആവും. ആ സമയം നമ്മൾ ഇത്തിരി കറിവേപ്പില ഇട്ടിട്ടില്ല, അപ്പോൾ കറിവേപ്പില ഇടുക, എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ കൂടെ അതിലേക്ക് വരുമല്ലോ. പിന്നെ കുറച്ച് സോയാ സോസ്, അത് പുളിക്ക് വേണ്ടിയിട്ടാണ് ഞാനത് ചേർക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഈ സോയാ സോസ് ഇല്ല, നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കോൽപ്പൊടി പിഴിഞ്ഞിട്ട് ഒഴിച്ചാൽ മതി, ലേശം കേട്ടോ. ആവശ്യത്തിന് ഉപ്പിടുക, എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കഴിയുമ്പോൾ അതിങ്ങനെ വറ്റും. വല്ലാതെ അങ്ങോട്ട് വറ്റി ഡ്രൈ ആക്കി എടുക്കണ്ട, കുറച്ച് വെള്ളം അതിൽ വേണം. എന്നിട്ട് നമ്മൾ ഇതിൽ നിന്ന് എല്ലാ ഫിഷും അതിലേക്ക് ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുക. ഒന്ന് നടുഭാഗം ഒന്ന് കുഴി പോലെ ആക്കിയിട്ട്, അപ്പോഴേ നമുക്ക് സൈഡിൽ നിന്ന് ആ മസാല ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കണം കുറച്ച്, അത് കിട്ടുന്നുണ്ടെങ്കിൽ കേട്ടോ. അപ്പം ഞാൻ എൻ്റെ പാത്രം ഇത്തിരി ഇടുങ്ങിയതായിപ്പോയി. അപ്പം ഞാനത് എടുത്ത് വെച്ചപ്പോൾ ഇന്ന് എന്തായാലും ഭയങ്കര തിരക്കാണ്, തിരക്കിൻ്റെ ഇടയിലാണ് ഞാനിത് കാണിക്കുന്നത് കേട്ടോ. അപ്പം ഞാനൊരു വേറൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റണമൊന്നുമില്ല, ഇതിൽ തന്നെ ഞാൻ കാണിക്കാൻ പോവാം കേട്ടോ. നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ ആരെങ്കിലുമൊക്കെ വരുന്ന സമയത്ത് കുറച്ച് തിരക്കൊക്കെ നമുക്ക് ഉണ്ടാവുമെന്ന്. അപ്പോൾ അങ്ങനത്തെ ഒരു തിരക്കിലാണ് കേട്ടോ. അപ്പോൾ അതങ്ങനെ എല്ലാം അങ്ങനെ എടുത്ത് വെക്കുകയാണ്. എടുത്ത് വെച്ചിട്ട് ഞാൻ കൈയോടെ ഇങ്ങനെ പൊതിച്ചപ്പോൾ അടിഭാഗം ഇങ്ങനെ വിട്ടുപോയി, അപ്പോൾ അത് കാരണം ഇങ്ങനെ. അപ്പോൾ 3 വെച്ചിട്ടുണ്ട്. എന്നിട്ട് ദേ ഈ മസാലേനെ നമുക്കിതൊന്ന് ഇങ്ങനെ ആ സൈഡിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങനെ മുകളിലേക്ക് കവർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഇപ്പോൾ ഞാനൊരു സ്പൂൺ കൊണ്ട് തന്നെ ഞാനത് എടുത്തിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലേശം കൂടെ വെള്ളം അതിലൊഴിച്ചിട്ട് നമുക്കൊന്ന് ചിറ്റിച്ച് കൊടുക്കണ്ട, ഇങ്ങനെ ചിറ്റിക്കുക. അപ്പോൾ എല്ലായിടത്തേക്കും അതിൻ്റെ ഇത് ഇറങ്ങും. ഇനി നമുക്കതൊന്ന് അടച്ചു വെക്കണം. കറിവേപ്പില നിരത്തി വെച്ചിട്ട് അടച്ചു വെക്കാം. അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ അയില പൊള്ളിച്ചത് എങ്ങനെയുണ്ടാവും നോക്കാം. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാനായിട്ട്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ, നന്നായിട്ട് അത് ഡ്രൈ ആയി ഇരിക്കുന്നുണ്ടാവും. കുറച്ച് സോഫ്റ്റും ആണ്. അത് നമ്മളിങ്ങനെ കഴിക്കാൻ ഇതിൽ മസാലയും നാളികേരവും ഒക്കെ കൂടിയിട്ട് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ എപ്പോഴെങ്കിലും ഇത് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? വാഴയിലയാണ് കേട്ടോ ബെസ്റ്റ്. അപ്പോൾ ഞാൻ എന്തൊക്കെ തയ്യാറാക്കിയെന്ന് കണ്ടേ. അപ്പോൾ ചിക്കൻ ഫ്രൈ ഉണ്ട്, പിന്നെ നമ്മൾ തയ്യാറാക്കിയ അയിലയുണ്ട്, പിന്നെ ഹോളായിട്ടുള്ള ചിക്കൻ എയർ ഫ്രയറിൽ വെച്ചിട്ട് എടുത്തിട്ടുണ്ട്, പിന്നെ ഇത് കാഷ്യൂസ് ഇത്തിരി നെയ്യ് ഒഴിച്ച് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്, പിന്നെ വെജിറ്റബിൾസ് ഉണ്ട്, പിന്നെ കള്ളപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ കൂടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ മുഴുവനായിട്ട് എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. കുറേ ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ചിക്കൻ കറി ഉണ്ട്, പിന്നെ ചാള വറുത്തതുണ്ട്, പിന്നെ കുറച്ച് സോസുകൾ അങ്ങനെയൊക്കെയാണ് തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്നിട്ട് അങ്ങോട്ട് കഴിക്കും, അത്ര തന്നെ. വളരെ സിമ്പിളായൊരു ഡിന്നറാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ഡിന്നർ തയ്യാറാക്കി നമ്മളെല്ലാവരും കൂടെ വട്ടമിട്ട് ഇരുന്ന് കുറേ തമാശയൊക്കെ പറഞ്ഞിരിക്കാനും ഒരു സായാഹ്നം, ഒരു ഹൃദ്യമായ ഒരു അനുഭൂതിയാണ് കേട്ടോ. അപ്പോൾ ഇതേ എല്ലാവരും കൂടെ വന്നിട്ടുണ്ട് രാത്രി. അപ്പോൾ ഇവർ വന്ന് കയറി ഇതായിരിക്കും. എനിക്കൊരു കാര്യമുണ്ട്, ഇവരെല്ലാവരും കൂടെ വന്നപ്പോൾ ഞാനതിലേക്ക് ലയിച്ച് ചേരും. പിന്നെ എനിക്ക് വീഡിയോ എടുക്കേണ്ട കാര്യം മറന്നു പോകും കേട്ടോ. നിങ്ങളുടെ കാര്യം ഞാൻ അങ്ങോട്ട് മറന്നു പോകും, എപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇന്ന് ഓർത്ത് വെച്ചതാണ്, പിന്നെ പക്ഷേ അത് കുറച്ചൊക്കെ അങ്ങോട്ട് വിട്ടുപോയി. അപ്പോൾ ഇവരൊക്കെ വന്ന് ഞാൻ അവരായിട്ടൊക്കെ ഒന്ന് സംസാരിക്കട്ടെ. ഇതൊക്കെയാണ് ഞങ്ങളെ ഫാമിലത്തെ സന്തോഷങ്ങളെന്ന് പറയണത്. അപ്പം അതിങ്ങനെ ഞങ്ങൾ കൂടും, അങ്ങോട്ട് കൂടും, പിന്നെ കുറച്ച് ചെറിയ യാത്രകൾ, ഇതൊക്കെയാണ് അതല്ലേ സന്തോഷം എന്ന് പറയുന്നത് അല്ലേ. അപ്പം അങ്ങനെ ഞങ്ങൾ ഇന്ന് ഇവിടെ ആഘോഷം. അപ്പോൾ ചുറ്റും എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, നമ്മൾ ലൈറ്റൊക്കെ ഇട്ട് കുറച്ച് ഇങ്ങനെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കണ്ട. നല്ല ഒരു രസമാണ് രാത്രി. അപ്പോൾ മുഴുവനും ഞാൻ എടുത്തിട്ടില്ല, എത്ര പേര് എടുത്തിട്ടുള്ളൂ. ഓക്കെ, ബൈ.